ജർമ്മനിയിൽ ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൻ്റെ സിനാരിയോ എങ്ങനെയാണ്? അതായത് ഏതൊക്കെ ഇൻഡസ്ട്രീസാണ് ഇപ്പോൾ ഗ്രോ ചെയ്യുന്നത്? കരിയർ ഫ്യൂച്ചറുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അതുപോലെ ഇന്ത്യയിൽ ഏത് ഡിഗ്രീസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് അവിടെ ഒരു കരിയർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് കരിയറിൻ്റെ കേസും അല്ലെങ്കിൽ ജോബിൻ്റെ കേസും വരുന്ന സമയത്തേക്ക് ഫസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിനാരിയോ, ജർമ്മനി ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് റെസഷൻ എന്ന് ഞാൻ പറയുന്നില്ല, എക്കണോമിക് സ്ലോ ഡൗൺ കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും എക്കണോമിക് സ്ലോ ഡൗൺ കൂടെയാണ് ജർമ്മനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ദാറ്റ് ഈസ് എ ഫാക്ട് വിച്ച് വി ഹാവ് ടു എഗ്രി ഓൺ ഇറ്റ്. എന്താണെന്ന് വെച്ചാൽ പല കേസിലും നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത്ര ജോബ്സ് ഷട്ട് ഡൗൺ ആയി, ഇത്ര കമ്പനീസ് ഹയർ ചെയ്യുന്നില്ല, അങ്ങനെ പല കേസും നമ്മൾ കാണുന്നുണ്ട്. ഇൻഫാക്ട് അത് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ അത് ട്രൂ ആണ്. പക്ഷേ ജർമ്മനീനെ നമ്മളൊരു ഷോർട്ട് ടേം സെനാരിയോയിൽ വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ കാണാനോ പാടില്ല. ബിക്കോസ് ദേ ആർ ദ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. അപ്പോൾ എക്കണോമിക്കലി അവർ അത്രയ്ക്കും സ്ട്രോങ് ആണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ട്രഡീഷണലി സിനാരിയോസ് ബാക്ക് ഫ്രം സെക്കൻഡ് വേൾഡ് വാർ ഓർ ഫസ്റ്റ് വേൾഡ് വാർ ഓൺവേർഡ്സ് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഈസ് ലൈക്ക് ദാറ്റ് സ്ട്രോങ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനിയിപ്പോൾ ഏത് റിസഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ബൗൺസ് ബാക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു എക്കണോമിയാണ്. ഓക്കെ, സെഡ് ദിസ് ആക്ച്വലി നിങ്ങൾ ജർമ്മൻ വെബ്സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗവൺമെൻറ് വെബ്സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജുള്ള ഒരുപാട് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഫോർ ദാറ്റ് മാറ്റർ എല്ലാ വർഷവും അവർ എനിക്കൊന്ന് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ തന്നെ ഇറക്കാറുണ്ട്. ആ ഒരു മാഗസിനിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് സെക്ടേഴ്സ് വിച്ച് ആർ പ്രോമിസിങ്. അതിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി IT സെക്ടർ. ജർമ്മനിയുള്ള IT സെക്ടർ ഇസ് ലൈക്ക് വെരി ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ദേ ആർ വെരി ഹ്യൂജ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു $33 ബില്യൺ എക്കണോമിയാണ്, സെക്ടറാണ് ആക്ച്വലി. ഓൾമോസ്റ്റ് ഒരു 1 ലാഖിൻ്റെ അടുത്ത് കമ്പനീസ് ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ജെന്യൂൻലി സ്കിൽ ഷോർട്ടേജ് ഉണ്ട്, അതായത് അവരുടെ സ്കിൽസ് സെറ്റിന് മാച്ചാവുന്ന ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് ജെന്യൂൻലി പല പോർട്ടൽസിലും നമുക്കത് കാണാറുണ്ട്. ദാറ്റ്സ് വൈ ആക്ച്വലി ദേ ആർ പാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന്, നമ്മളിവിടുന്ന് പോകുന്ന മാസ്റ്റേഴ്സ് പഠിക്കാൻ കമ്പ്യൂട്ടർ സയൻസ് സൈഡിലേക്ക് പോകുന്ന സ്റ്റുഡൻസിന് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റാ സയൻസ് പോലത്തെ ഏരിയാസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT സെക്ടർ പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു സെക്ടറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈഡിലേക്കും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്രയധികം ഓപ്പണായിട്ട് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഒരു സെക്ടറും കൂടെ നമ്മൾ IT റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് ഈസ് സൈബർ സെക്യൂരിറ്റിയും ഭയങ്കര ബൂമിംഗ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും സ്കിൽ ലിസ്റ്റിൽ വരാറുള്ള ഒരു ഏരിയയും കൂടിയാണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, ദിസ് ഈസ് റിലേറ്റഡ് ടു ദ IT സെക്ടർ. ആൻഡ് നെക്സ്റ്റ് എപ്പോഴും ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ എപ്പോഴും ഉള്ളത് ഹെൽത്ത് കെയർ സെക്ടറാണ്. ജർമ്മനി നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഒരു ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. ഓൾമോസ്റ്റ് 21% ഓഫ് ദെയർ പോപ്പുലേഷൻ ഈസ് അബോവ് 67 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്തേക്ക് ഇതേ ഡെഫിനറ്റ്ലി റിക്വയർ ഹെൽത്ത് കെയർ പീപ്പിൾ. അതായത് ഈ ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഡെഫിനറ്റ്ലി റിക്വയർ ഹെൽത്ത് കെയർ പീപ്പിൾ. ആ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, പാരാമെഡിക്കൽ സൈഡിലേക്കുള്ള ആൾക്കാരാവാം. ആൻഡ് അഗെയിൻ ഫോർ ദാറ്റ് മാറ്റർ ഇപ്പോൾ ഹെൽത്ത് സൈഡിലും ഒരുപാട് അവിടെ ഇത് നടക്കുന്നുണ്ട്. ലൈക്ക് ഗ്ലോബൽ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് പോലത്തെയൊക്കെ സെക്ടറിലുള്ള ആൾക്കാരും ഡെഫിനറ്റ് ആയിട്ടും ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. സോ സെക്കൻഡ് സെക്ടർ ഇസ് ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ. മൂന്നാമത്തെ ഒരു സെക്ടർ ആക്ച്വലി ഏറ്റവും അണ്ടർമൈൻഡ് ആയിട്ടുള്ള, ഒരുപാട് ആൾക്കാർ സംസാരിക്കാത്ത, ജർമ്മനിയിൽ എന്നാൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ ലോജിസ്റ്റിക്സ് ആണ്. ലോജിസ്റ്റിക്സ് എനിക്ക് തോന്നുന്നു തേർഡ് ലാർജസ്റ്റ് സെക്ടറാണ് ജർമ്മനിയിലുള്ള. എക്കണോമിക്ക് ഏറ്റവും അധികം ബൂസ്റ്റിംഗ് ഉണ്ടാക്കുന്ന തേർഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ജർമ്മനിയിലുള്ള പല ലോജിസ്റ്റിക്സ് കമ്പനിയും എപ്പോഴും സ്കിൽ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇവിടുന്ന് പോകുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊന്ന്, എമേർജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊന്ന് ലോജിസ്റ്റിക്സ് ആണ്. വൈ? ബിക്കോസ് ഹാംബർഗ്, യൂറോപ്പിലെ തന്നെ എനിക്ക് തോന്നുന്നു റോട്ടർഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടായിരിക്കും ഹാംബർഗ് എന്നാണ് യൂറോപ്പിൻ്റെ ഒരുവിധം ജർമ്മനിയിലേക്കുള്ള ഏറ്റവും അധികം ലോജിസ്റ്റിക്സ്. യൂറോപ്പിൻ്റെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഹബ്ബാണ് ഹാംബർഗ്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലോജിസ്റ്റിക്സ് സൈഡിൽ ജർമ്മനിയിൽ കാണാറുണ്ട്. പിന്നെ ഒരു നാലാമത്തെ സെക്ടർ നമ്മൾ ഏറ്റവും അണ്ടർമൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും നമ്മൾ അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ ആക്ച്വലി. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിന്യൂവബിൾ സൈഡിലേക്കുള്ള വർക്ക് ചെയ്യുന്നതാണ്. ജർമ്മനി അവരുടെ ഒരു പോളിസി പ്രകാരം തന്നെ എനിക്ക് തോന്നുന്നു ബൈ 2045 കാർബൺ ന്യൂട്രാലിറ്റി അറ്റൈൻ ചെയ്യണം എന്നുള്ള അവരുടെ ഒരു പോളിസി തന്നെയാണത്. പിന്നെ എനിക്ക് തോന്നുന്നു ബൈ 2030 80% ഓഫ് ദ ഇലക്ട്രിസിറ്റീസ് ഷുഡ് ബി ഫ്രം റിന്യൂവബിൾ സോഴ്സസ്. അപ്പോൾ ആ സൈഡിലേക്കും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും
നടക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ഷുഡ് കൺസിഡർ ദാറ്റ് ഓൾസോ. അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഇവിടുന്ന് പോകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി എയിമിങ് ടു ഓൾ ദി സെക്ടർ. ആൻഡ് അഗെയിൻ ഒരു സെക്ടർ നമ്മളെപ്പോഴും എടുത്തു പറയേണ്ട, ജർമ്മനി ഈസ് ഫേമസ് ഫോർ എഞ്ചിനീയറിംഗ് ആക്ച്വലി. അത് എപ്പോഴും എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റെം, യെസ്. ഏത് ഇപ്പം നമ്മളിപ്പോൾ റെസഷനാണ്, ഓട്ടോമോട്ടീവ് സെക്ടറിൽ നിന്ന് ഇത്ര ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരുവിധം എല്ലാ കമ്പനീസിലും ഡെഫിനറ്റ്ലി ദേ ആർ ഹാവിങ് സ്കിൽ ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് എഞ്ചിനീയർ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും ഇതിന് ജോലി കിട്ടുമെന്നല്ല. യു ഷുഡ് ഹാവ് സ്പെസിഫിക് സ്കിൽ സെറ്റ് വിച്ച് ദേ റിക്വയർ, ആൻഡ് ഓൾസോ യു ഷുഡ് ബി സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ് ഓൾസോ. And the highest percentage of students going are also from the technical background. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്, യെസ്. എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് പോകുന്നത്. അപ്പം വാട്ട് ദേ ആർ ലുക്കിംഗ് ആക്ച്വലി, വാട്ട് ദേ ഷുഡ് ബി ലുക്കിംഗ് ഇൻ ടു എ പ്രോമിസിങ് കരിയർ അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ദാറ്റ്സ് വാട്ട് മാറ്റർ. ദാറ്റ്സ് വൈ നമ്മളെപ്പോഴും ഈ പ്ലാനിങ്ങിൻ്റെ മേലെയും റോഡ് മാപ്പിൻ്റെ മേലെയൊക്കെ കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്നു. പല ആൾക്കാരും മേ ബി ചിലപ്പോൾ എൻ്റെ അടുത്ത് ഈ പോഡ്കാസ്റ്റൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഇയാൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാനിങ്ങിൻ്റെ മേലെയും ഇതിൻ്റെ മേലെയൊക്കെ ഇത്ര കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിലും ദിസ് ഈസ് ദ റിയാലിറ്റി ആക്ച്വലി. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ബെനിഫിറ്റ്സ് നമുക്ക് റീപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.